ദാരിദ്ര്യ ലഘൂകരണത്തിനും കൃഷിക്കും മുൻഗണന നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അവതരിപ്പിച്ചത്. കൃഷിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻഗണന നൽകിയുള്ള ബജറ്റാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. 32,36,00,000 രൂപയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അവതരിപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തെ ഈ ബജറ്റ് 32,35,60,575 രൂപ വരവും 32,20,66,915 രൂപ ചെലവും 14,93,660 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും കൂടുതലായി അധിവസിക്കുന്നതും എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്തായി ഇടുക്കി ജില്ലയോട് ചേർന്ന് എല്ലാ പ്രകൃതി ഭംഗികളും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നതുമായ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടും ജനകീയ പ്രവർത്തനങ്ങളും നയസമീപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി സമസ്ത ജനവിഭാഗത്തിന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ളതാണ്. ലഭ്യമാകുന്ന പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് എല്ലാ വിഭാഗത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉതകുന്ന ഒരു ബജറ്റാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ജനോപകാരപ്രദമായുള്ളതും നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ പ്രയോജനപ്രദമായി നടപ്പിലാക്കാവുന്നതുമായ പദ്ധതികളാണ് ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബജറ്റ് അവതരണ ചടങ്ങിൽ പ്രസിഡന്റ് നിജി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കൃഷി, ഉൽപാദന, സേവന മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയത്. 32,35,60,575 രൂപ വരവും 32,20,66,915 രൂപ ചെലവും 14,93,660 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ടുകൊണ്ട് VBG റാംജി തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 16 കോടി രൂപ അനുവദിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിലും വിവിധ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കും. ജലാശയങ്ങളുടെ നവീകരണം, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, കയർ ഭൂവസ്ത്രം, സോക്ക് പിറ്റുകൾ, കിണർ റീചാർജ് എന്നീ പദ്ധതികളും ഇതിലൂടെ ഏറ്റെടുക്കും. സേവന മേഖലയിൽ ഭവന നിർമ്മാണത്തിനാണ് മുൻതൂക്കം. ലൈഫ് ഭവന പദ്ധതിയിലും പട്ടികയിലുള്ള മുഴുവൻ പേർക്കും ധനസഹായം ലഭ്യമാക്കും. PMAY പദ്ധതിയിൽ കരാർ വെച്ച മുഴുവൻ വീടുകളുടെ പൂർത്തീകരണത്തിനാവശ്യമായ ഇടപെടൽ നടത്തും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏവർക്കും വീട് പദ്ധതിയിലൂടെ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ബജറ്റിൽ 1,12,00,000 രൂപ വകയിരുത്തി. നമ്മുടെ അംഗൻവാടി പദ്ധതിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും അംഗൻവാടികൾ സ്മാർട്ടാക്കുന്നതിനും 20,30,000 രൂപ നൽകും. ഉൽപാദന മേഖലയ്ക്കായി 2.5 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ക്ഷീരകർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 30 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചു. നെല്ല്, ഇഞ്ചി, മഞ്ഞൾ കൃഷികൾക്ക് പ്രോത്സാഹനം നൽകും. പച്ചക്കറി, നേന്ത്രവാഴ കൃഷി എന്നീ മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തും. വനിതാ വികസനത്തിനായി വ്യവസായ വിപണന കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, വനിതാ തൊഴിൽ സംരംഭങ്ങൾ, വിവിധ പഞ്ചായത്തുകളിൽ വനിതാ കഫേ സംരംഭങ്ങൾ എന്നിവയ്ക്കായി 42,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തോടുകളുടെയും കനാലുകളുടെയും റോഡുകളുടെയും പാടശേഖരങ്ങളുടെയും സംരക്ഷണത്തിന്, പാർശ്വഭിത്തി കെട്ടുന്നതിനും കുളിക്കടവുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണത്തിനും നടപ്പാതകൾ നിർമ്മിക്കുന്നതിനുമായി 70 ലക്ഷം രൂപ നൽകും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് 31,50,000 രൂപ അനുവദിച്ചു. വാളകം, മാറാടി എന്നിവിടങ്ങളിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ നിർമ്മിക്കും. ഭിന്നശേഷി കലാമേളയ്ക്കും തുക അനുവദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രികളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനൊപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഡയാലിസിസ്, കൊളസ്റ്റമി, യുറേസ്റ്റമി രോഗികൾക്ക് സഹായം നൽകുന്ന വിവിധ പദ്ധതികളും നടപ്പിലാക്കും. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാര്യമായ ഇടപെടലുകൾ നടത്തും. റോഡുകളുടെ നവീകരണത്തിനായി 91 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. SC/ST മേഖലയിൽ സമഗ്ര പദ്ധതികൾ നടപ്പിലാക്കും. സങ്കേതങ്ങളുടെ സമഗ്ര വികസനം, കമ്മ്യൂണിറ്റി ഹാളുകളുടെ പുനരുദ്ധാരണം, വിവിധ ഭവന പദ്ധതികളിൽ ധനസഹായം, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നിവ ഉറപ്പാക്കും. ഓപ്പൺ ജിമ്മുകൾ നിർമ്മിക്കുന്നതിനും വിവിധ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ബജറ്റ് ശ്രദ്ധ നൽകുന്നുണ്ട്.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പഞ്ചായത്തുകൾക്ക് വിഹിതം നൽകും. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ ഘടക സ്ഥാപനങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്കും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും തുക അനുവദിച്ചിട്ടുണ്ട്. നാടൻ കലകളെയും വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വജ്രജൂബിലി ഫെലോഷിപ്പ്, കേരളോത്സവം, വായനാശീലവും സാംസ്കാരിക ഉന്നമനത്തിനുമായി നിലകൊള്ളുന്ന ലൈബ്രറികൾക്ക് സഹായങ്ങൾ, വൈദ്യുതി ലൈനുകളുടെ എക്സ്റ്റൻഷൻ, വയോജനക്ഷേമം എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ വകയിരുത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർഗി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ബജറ്റ് അവതരണ ചടങ്ങിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.